കർത്താവിൻ്റെ പാവനമായ പരിശുദ്ധമായ ശ്രേഷ്ഠനാമം ഇന്ന് നമ്മുടെ നടുവിൽ ഈ വിശുദ്ധ കൂട്ടായ്മയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഗ്ലോബൽ പ്രെയർ വാരിയേഴ്സിൻ്റെയും ഫാമിലി മീറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നിച്ചു കൂടുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന മഹാഭാഗ്യത്തിനായി, കൃപയ്ക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ പ്രത്യാശ വർദ്ധിച്ച് നമ്മുടെ മനസ്സ് പുതുക്കി ഓരോ ദിവസവും രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ലോകപ്രശസ്തനാണ്. അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഏത് സമയവും അവസാനത്തെ ശ്വാസം നിലയ്ക്കുവാനുള്ള സമയമായി. അപ്പോൾ കൂടെ നിൽക്കുന്ന സഹായി ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം അദ്ദേഹം പറഞ്ഞു, റീഡ് ദ ബുക്ക്. അപ്പം ഇദ്ദേഹത്തിന് കൺഫ്യൂഷനായി, ഞാൻ ഏത് ബുക്കാണ് വായിക്കേണ്ടത്, വിച്ച് ബുക്ക് ഐ ഷുഡ് റീഡ്. ഉടനെ അദ്ദേഹം ചോദിച്ചു, ദ ബുക്ക് എന്ന പേരിൽ, ബുക്കുകൾ ലോകത്തിൽ അനേകമുണ്ട്, ദ ബുക്ക് എന്ന് പറഞ്ഞാൽ അത് ബൈബിളാണ്. റീഡ് ദ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈബിളാണ്. അപ്പം നോക്കണം, ബുക്കുകൾ, കോടാനുകോടി ബുക്കുകൾ ഈ ലോകത്തിലുണ്ട്. പക്ഷേ ദ ബുക്ക് എന്ന പേരിൽ യോഗ്യതയുള്ള ഒരേ ഒരു പുസ്തകം, അത് നമ്മുടെ വിശുദ്ധ വേദപുസ്തകമാണ്, വിശുദ്ധ ബൈബിളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആളുകൾ, അദ്ദേഹം മരണക്കിടക്കയിലാണ്, ലോകപ്രശസ്തനാണ്, അദ്ദേഹം ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ നിരൂപണം എന്താണ്, മരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരൂപണം. നിങ്ങൾ ഇപ്പോൾ മരിക്കാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ഊഹാഭോഗങ്ങളൊന്നുമില്ല, എനിക്ക് യാതൊരു സിദ്ധാന്തങ്ങളുമില്ല, നിരൂപണങ്ങളുമില്ല. മരണത്തിനപ്പുറം എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഉറപ്പെനിക്കുണ്ട്. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ആ തേജസ് പ്രാപിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എൻ്റെ വിശ്വാസം ദൃഢമാണ്, അത് ഉറപ്പുള്ളതാണ്, അത് ഇളകാത്തതാണ്. നോക്കണം, ഒരു ഭക്തനെ സംബന്ധിച്ച് ഇതുപോലെ ഒരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഊഹാഭോഗങ്ങളിൽ അധിഷ്ഠിതമായതും ചഞ്ചലപ്പെടുന്നതും ഇളകുന്നതുമായ വിശ്വാസമായിരിക്കരുത് നമ്മുടെ വിശ്വാസം. നമ്മൾ പലപ്പോഴും, ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, കർത്താവ് വന്നാൽ ഞാൻ എടുക്കപ്പെടുമോ? കർത്താവ് വരുമ്പോൾ, കർത്താവിൻ്റെ വരവിങ്കൽ ഞാൻ എടുക്കപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമോ? നമ്മുടെ മനസ്സൊന്ന് പിടയ്ക്കുമോ? ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നുണ്ടോ, ഞാൻ എടുക്കപ്പെടുമോ? ഒരു ചോദ്യചിഹ്നം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നാം എടുക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. നമുക്ക് മൈക്കൽ ഫാരഡേയെ പോലെ അതിശക്തമായ, ദൃഢമായ, ഉറപ്പുള്ള വിശ്വാസം, ക്രിസ്തുവിൽ അധിഷ്ഠിതമായ അചഞ്ചലമായ വിശ്വാസം, മരണത്തിനപ്പുറമായിട്ട് എന്താണ് നടക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള വ്യക്തത, റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ആ തേജസ്, അത് പ്രാപിക്കുവാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്, ഞാൻ ഒരുക്കമായിരിക്കുന്നു. 2 തിമോത്തിയോസ് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ നമ്മൾ വായിക്കുന്നു, ഞാൻ നല്ലതുപോലെ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് കിട്ടുവാൻ സാധ്യതയുണ്ട് എന്നല്ല പറയുന്നത്.
ഒരുപക്ഷെ ദൈവം എനിക്ക് തന്നേക്കുമെന്നല്ല പറയുന്നതും. ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ചു, അധ്വാനിച്ചു, അതുകൊണ്ട് ഒരുപക്ഷെ എനിക്കത് കിട്ടാൻ സാധ്യതയുണ്ടെന്നല്ല പറയുന്നതും. ആ ഭക്തൻ ഉറപ്പോടുകൂടെ പറയുകയാണ്, ധൈര്യത്തോടുകൂടെ പറയുകയാണ്, ദൃഢമായി നിശ്ചയത്തോടുകൂടെ പറയുകയാണ്, ജീവന്റെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഈ ഒരു പ്രത്യാശ, ഈ ഒരു വിശ്വാസം എല്ലാ ദൈവവിശ്വാസികളുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഏത് നിമിഷം കർത്താവ് വന്നാലും, നമുക്കറിയാം, തിരുമേശ ശുശ്രൂഷ നടക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ള പലരും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് മാറിയിരിക്കുന്നുണ്ട്. മാസത്തിൽ ഒന്നാണ് മിക്ക സഭകളിലും നടത്തുന്നത് 3 ദിവസത്തെ ഉപവാസമൊക്കെ ഇരുന്ന് വിശുദ്ധിയോടുകൂടെ. യഥാർത്ഥത്തിൽ ഏത് നിമിഷം തിരുമേശ ശുശ്രൂഷ നടത്തിയാലും, അത് രാത്രിയിലായിരുന്നാലും പകലായിരുന്നാലും ഉച്ചയ്ക്കായിരുന്നാലും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയും ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കുമായിട്ടുള്ള ആ അപ്പത്തിന് പങ്കാളികളായി തീരുവാൻ ഏത് നിമിഷം, ഏത് ദിവസം, അത് യാത്ര കഴിഞ്ഞ് വന്ന അതേ സ്പോട്ടായിരുന്നാലും, നാം കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരുന്നാലും, ആ അപ്പത്തിലും ആ വീഞ്ഞിലും പങ്കാളിയാകുവാൻ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ യോഗ്യതയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുതും. നമ്മുടെ ഈ യോഗങ്ങൾ കൊണ്ട്, നമ്മുടെ ഈ മീറ്റിങ്ങുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. കേൾവി വിശ്വാസത്താലാണ് വരുന്നത്. എത്രയോ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് യൂട്യൂബിൽ, നമ്മുടെ വാട്സപ്പിൽ എത്ര ആയിരം ഗ്രൂപ്പുകളാണ്. ഇതൊക്കെ തുറന്ന് നോക്കിക്കഴിയുമ്പോൾ തന്നെ, ഈ ഗ്രൂപ്പുകളെല്ലാം ഒന്ന് തുറന്ന് ഈ മെസ്സേജുകളെല്ലാം ഒന്ന് നോക്കി തീരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ദിവസം അവസാനിക്കും. ഒരു കണക്കിന് അത് ലാഭത്തേക്കാൾ നഷ്ടമാണ്, അനുഗ്രഹത്തേക്കാൾ ശാപമാണ്. നമുക്ക് ബൈബിൾ ഒന്ന് തുറന്നൊന്ന് വായിക്കുവാൻ പോലുമുള്ള സമയം ഈ മൊബൈൽ നമുക്ക് തരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൊബൈൽ നമ്മളെ ഓരോ നിമിഷവും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സാത്താൻ എന്ന് പറയുന്നത് 2 വലിയ കൊമ്പും നീണ്ട പല്ലും ചുമന്ന കണ്ണും കൂർത്ത് മൂർത്ത നഖമൊക്കെയുള്ള ഒരു പ്രാകൃതമായ രൂപമൊന്നുമല്ല. സാത്താൻ വളരെ സ്മാർട്ടാണ്, വളരെ ഹാൻസമാണ്. വെളിച്ച ദൂതന്റെ വേഷത്തിലാണ് വരുന്നതും. അവന്റെ ഒരേ ഒരു ലക്ഷ്യം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. ഏത് രീതിയിൽ നമ്മളെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുമോ നോക്കണം. ദൈവിക സംസർഗത്തിലായിരുന്ന ആദമും ഹവയും എല്ലാ ദിവസവും എവരി കൂൾ ഓഫ് ദ ഡേ ഹി കം ഡൗൺ. ദൈവം അവരോട് കൂടെ ഇരുന്ന് ദൈവ സാന്നിധ്യത്തിൽ അവരിയ്ക്കുകയാണ്. സാത്താൻ ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല അവരെ വഞ്ചിച്ചതും. അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരാളിനെ ഒറ്റ ദിവസം കൊണ്ട് പ്രകോപിപ്പിച്ചൊന്നും ദീർഘനാളുകൾ വഞ്ചനയുടെ പ്രയോഗമെടുത്ത് ഉപായത്തിൽ ചതിയിലൂടെ അവസാനം വീഴിക്കുകയായിരുന്നു. നോക്കണം, ചതി എപ്പോൾ വേണമെങ്കിലും വരാം. സാത്താൻ്റെ ഒരേ ഒരു ലക്ഷ്യം, നമ്മൾ നിത്യജീവൻ പ്രാപിക്കരുത്, നിത്യതയിൽ കടക്കരുത്, അവനോടുകൂടെ നാശത്തിലെത്തണമെന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മളിത് ആത്മാവിൽ എന്ത് ചെയ്യണം? ഇതിനെ വിവേചിക്കണം. ആത്മാവിൽ വിവേചിച്ച് ഇത് നാശത്തിൻ്റെ വഴിയാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളും ഉപായത്താൽ വഞ്ചിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാൻ ഇടയായിത്തീരും. ഇന്ന് നമ്മൾ വായിക്കുവാൻ വേണ്ടി പോകുന്നത് ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യമാണ്. ലൂക്കോസ് 6:22. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദുഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ.
നോക്കണം, എന്തെങ്കിലും കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ എന്തെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടെല്ലാം മനുഷ്യപുത്രൻ നിമിത്തം, നമ്മുടെ കർത്താവിൻ്റെ നാമം നിമിത്തം മനുഷ്യർ നിങ്ങളെ എന്തു ചെയ്യും? വെറുക്കും, ദഷിക്കും, വെറുക്കപ്പെട്ടവരായി തീരും, നിങ്ങളെ ഭ്രഷ്ടരാക്കി നിന്ദിക്കും, പുറത്താക്കും, നിന്ദിക്കും, നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പം നമ്മൾ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലായി തീരണമെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ചോദ്യം ഇതാണ്: എന്തൊക്കെ സംഭവിച്ചാലാണ് നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത്? ഈ ലോകത്തിലെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുന്നവൻ മഹാഭാഗ്യശാലി. ഇപ്പോൾ ഏതോ UAE എക്സ്ചേഞ്ചിൻ്റെ എങ്ങാണ്ടും 250 കോടി വമ്പൻ ലോട്ടറി അടിച്ചപ്പോൾ പത്രത്തിൽ വന്നത് മഹാഭാഗ്യശാലി, ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യശാലി. ഈ ലോകപ്രകാരം ഭാഗ്യശാലി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണമുള്ളവൻ, അല്ലെങ്കിൽ നല്ല കമ്പനിയുടെയും ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവൻ, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ഒരു വിസ കിട്ടുന്നവൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ വില കൂടിയ അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള ഒരു വണ്ടി ഉള്ളവൻ, മറ്റുള്ളവരെക്കാൾ കുറച്ച് ആഡംബരമായ വീടുള്ളവൻ, ഇതൊക്കെയാണ് ഈ ലോകത്തിൽ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ ലോകം കൊടുക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും ഭാഗ്യവാന്മാരല്ല. മറിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ഭാഗ്യവാന്മാരാകണമെങ്കിൽ മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദോഷിക്കണം, മനുഷ്യർ നിങ്ങളെ വെറുക്കണം, പിന്നെ നിങ്ങളെ എന്ത് ചെയ്യണം? ഭ്രഷ്ടരാക്കി. എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. ക്രിസ്തു നിമിത്തം വീട്ടിൽ നിന്നും പുറത്താക്കിയവർ, അവരുടെ സമ്പത്തുകൾ നൽകാതെ, അവരുടെ അവകാശം നൽകാതെ, സ്വന്തം രക്തത്തിൽ പിറന്ന മകനാണ് പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും 1 സെന്റ് സ്ഥലം പോലും കൊടുക്കാതെ അവരെ തള്ളിക്കളഞ്ഞവരുണ്ട്. കള്ളു കുടിച്ച് നടക്കുന്ന, പെണ്ണ് പിടിച്ച് നടക്കുന്ന, തെമ്മാടിയായിട്ട് നടക്കുന്ന മക്കളുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ വൃത്തികേടിൽ ജീവിച്ച്, പാപത്തിൽ ജീവിച്ച്, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരുത്തൻ മാനസാന്തരപ്പെട്ട് ഒരു ദൈവ വൈതലായി കഴിയുമ്പോൾ അവൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും പള്ളിക്കാർക്കുമെല്ലാം വിടക്കാണ്. VA തമ്പി പാസ്റ്ററുടെ സാക്ഷ്യത്തിൽ പറഞ്ഞു, സ്വന്തം അമ്മ പോലും അമ്മയെ വിശക്കുന്നു, എനിക്കൊരു ശകലം ആഹാരം തരണം, ഞാൻ പട്ടിണി കിടക്കുകയാണ്, കുറേ നാളുകളായി ആഹാരം കഴിച്ചിട്ട്, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് കുറേ നാളുകളായി. ആ അമ്മ പോലും എന്ത് ചെയ്തില്ല, കനിഞ്ഞില്ല എന്നുള്ള സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം നോക്കുമ്പോൾ വീട്ടിലെ പട്ടിയുടെ ചട്ടിക്കകത്ത് പട്ടിക്ക് വേണ്ടാതെ ആഹാരം ഇരിക്കുന്നു. വിശപ്പിന് മുമ്പിൽ വൃത്തിയുണ്ടെന്നും വൃത്തിയില്ലെന്നും, പട്ടിയുടെ മുമ്പിലിരിക്കുന്ന ചട്ടിയാണെന്നും ഒന്നുമില്ല. അദ്ദേഹം ആ പട്ടിയുടെ ചട്ടിയിലിരുന്ന ശേഷിച്ച ആ ഭക്ഷണം ആർത്തിയോടുകൂടെ കഴിച്ച സാക്ഷ്യവും നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, സമ്പത്തുക്കളുടെ വലിയൊരു അപഹാരം. നമ്മളെ എങ്ങനെ സമ്പത്ത് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഓരോ ദിവസവും നോക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ സമ്പത്തുക്കളുടെ അപഹാരം, നഷ്ടങ്ങളുടെ വലിയ ഒരു കൂമ്പാരം. ലാഭങ്ങളെന്ന് പറയുവാനായിട്ട് ഒന്നുമില്ല. ലാഭമായിട്ട് പ്രത്യക്ഷത്തിൽ പറയുവാൻ കഴിയാത്ത ക്രിസ്തു മാത്രമേ ഉള്ളൂ. ക്രിസ്തു എന്ന ഒരു സമ്പത്ത് അവർ നേടുവാൻ ഇടയായി തീർന്നു. ഞാനും ഈ കർത്താവായ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം വേഗത്തിലായിരുന്നു എൻ്റെ ഹൃദയം തുറന്നത്. ഞാൻ ഒരു അത്ഭുതം കണ്ടും ഒരു രോഗസൗഖ്യം കണ്ടും
അമേരിക്കയിൽ പോകാൻ ഒരു വിസ കിട്ടാനോ ഒന്നുമല്ല കർത്താവായ യേശുവിനെ സ്വീകരിച്ചത്. ഞാൻ യോഹന്നാൻ സുവിശേഷം വായിച്ചാണ് യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചത്. വചനമെന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ വീട്, ആ പാറമേലാണ് ഞാൻ വീട് പണിതിരിക്കുന്നത്. അതുകൊണ്ടും എത്ര വലിയ മഴ പെയ്താലും വെള്ളം പൊങ്ങിയാലും കാറ്റടിച്ചാലും ദൈവവചനത്തിൻ്റെ മേൽ അടിസ്ഥാനമുള്ളതായതുകൊണ്ടും വചനം കേട്ട്, വചനം വായിച്ച്, വചനം ഗ്രഹിച്ച് ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റിനോ പെരുങ്കാറ്റിനും ഒരു പ്രളയത്തിനും ഒരു കഷ്ടതകൾക്കോ ഒരു പീഡകൾക്കും ഈ പാറയിൽ നിന്നും നമ്മൾ വീണു പോകുവാനിടയായി തീരത്തില്ല. എന്നാൽ ഒത്തിരിയും പേര് രോഗസൗഖ്യം പ്രാപിച്ച് അത്ഭുതങ്ങൾ കണ്ടിട്ട് ഒക്കെയാണ് ദൈവസഭയിൽ വരുന്നത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലായിരുന്നാലും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലായിരുന്നാലും അനേകർ വന്ന് സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിക്കുമ്പോഴാണ്, വിടുതൽ പ്രാപിക്കുമ്പോഴാണ്, ഭൂതങ്ങൾ ഇളകി പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ജനങ്ങൾ ഓടിക്കൂടുന്നത്. അങ്ങനെ ജനങ്ങളും കൂടി വരുമ്പോൾ അവർ വെറും അത്ഭുത ശുശ്രൂഷകൾ കൊണ്ട് മാത്രമല്ല, അവരെ ക്രിസ്തു എന്ന പാറമേൽ അവരെ നിർത്തുവാൻ പൗലോസ് പറയുന്ന ഏതൊരു വ്യക്തിയെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കേണ്ടതിനും അവർ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചും അത്ഭുതങ്ങൾ കണ്ട് രോഗസൗഖ്യം കണ്ടും ഭൂതബാധ ഒഴിഞ്ഞു വരുന്നവർ പിന്നീട് ദൈവവചനമെന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ, ക്രിസ്തു എന്ന പാറമേൽ അവരുടെ വീട് പണിയണം. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഒരു രോഗസൗഖ്യം കണ്ട് വിശ്വാസത്തിൽ വരുന്നവൻ പിന്നീടും വേറെ ഒരു രോഗം വരുമ്പോൾ അവൻ വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്. ഒരനുഭവത്തിലൂടെ വിശ്വാസത്തിലേക്ക് വന്നവൻ വേറൊരു അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പം അവൻ ക്രിസ്തുവിനെ വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്. ഒരത്ഭുതം കണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞവൻ പിന്നീട് വേറെ എന്തെങ്കിലും ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്. പിന്നെ സഭയിലെ മാതൃകയുള്ള, നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള, അനുകരിക്കുവാൻ പറ്റിയ മാതൃകാ പുരുഷന്മാരെ ആരെയെങ്കിലും കണ്ടിട്ട് വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ ഒരുപക്ഷെ വീണു പോകുമ്പോൾ അവനും വീണു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അനുഭവങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ആളുകൾ വരട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ, വീര്യപ്രവൃത്തികൾ നടക്കട്ടെ, ദുരാത്മാക്കൾ, ദുഷ്ടാത്മാക്കൾ, ഭൂതങ്ങൾ വിട്ടു പോകട്ടെ. പക്ഷേ അടിസ്ഥാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കുവാൻ, ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പുള്ളവരായിരിക്കുവാൻ, രോഗസൗഖ്യം പ്രാപിച്ച് കടന്നു വന്നവർ പിന്നീട് എത്ര രോഗം വന്നാലും പറയണം, രോഗസൗഖ്യം ലഭിച്ചില്ലെങ്കിലും ഞാൻ ക്രിസ്തുവിനെ വിട്ടുപോകുകയില്ല. ഇനി എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും, മരണം ജീവിതത്തിൽ വന്നാലും ഞാൻ കർത്താവിനെ വിട്ടുപോകുകയില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് എല്ലാ വിശ്വാസികളും പ്രാപിച്ചിരിക്കണം. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദുഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ദൈവം വേഗത്തിൽ തുറന്നു. അധികമൊന്നും മസിൽ പിടിച്ച് നിൽക്കേണ്ട വന്നില്ല. ഒത്തിരി നാൾ പ്രാർത്ഥനയ്ക്ക് പോയി തല്ലി 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 പഴിപ്പിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടും ദൈവവചനം തുറന്നും എന്നോട് സുവിശേഷം പറഞ്ഞ ഹൈന്ദവനായ സഹോദരൻ യോഹന്നാൻ സുവിശേഷം എടുത്തു തന്നിട്ട് വായിക്കുവാൻ വേണ്ടി അദ്ദേഹം തന്നു. എന്നിട്ട് അകത്ത് പോയിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ, കർത്താവേ ഇവൻ്റെ ബുദ്ധിമണ്ഡലത്തെ തുറക്കണമേ, ഹൃദയത്തെ തുറക്കണമേ. നോക്കണം, പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. ആ സഹോദരൻ്റെ പ്രാർത്ഥന ഫലിക്കുവാനിടയായി തീർന്നു. ഞാൻ യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ
അതൊരു പുസ്തകം വായിക്കുന്ന പ്രതീതി ആയിരുന്നില്ല. ഞാൻ അനുഭവിച്ചത് എന്താണെന്നറിയാമോ? ലൈവായിട്ട് കർത്താവ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, കർത്താവ് എന്നോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നതായിട്ടാണ്. പേപ്പറിനകത്ത് എഴുതിയ അക്ഷരങ്ങളായിട്ടല്ല എനിക്ക് മനസ്സിലായതും. അങ്ങനെ 15 അധ്യായങ്ങൾ ഒരേ ഇരിപ്പിലിരുന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി: ഈ പുസ്തകം ഒരു സാധാരണ പുസ്തകമല്ല. ഇറ്റ്സ് നോട്ട് നോർമൽ വേർഡ്സ്, ഇറ്റ്സ് നോട്ട് എ നോർമൽ ബുക്ക്. ഇത് എക്സ്ട്രാ ഓർഡിനറിയാണ്, ഇത് അസാധാരണമായതാണ്, ഇത് ദൈവികമായതാണ്. ഇതിനകത്ത് ദൈവത്തിൻ്റെ സത്തയുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. കാരണം ഓരോ വചനം വായിക്കും തോറും ആ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടാക്കിയ മാറ്റം, ചലനങ്ങൾ, അത് ചെറിയതല്ല, പൂർണ്ണമായിട്ടും എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സ്വഭാവം. വീണ്ടും ജനിക്കുക, വീണ്ടും ജനിക്കുക, ഒരു വീണ്ടും ജനനം നടക്കുകയാണ്. ഒരു പഴയ മനുഷ്യൻ മരിച്ചിട്ട് ഒരു പുതിയ മനുഷ്യൻ ജനിക്കുന്ന പ്രക്രിയ ദൈവവചനത്തിലൂടെ നടക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ഉറപ്പ് ക്രിസ്തുവിലായിരിക്കണം, ദൈവവചനത്തിലായിരിക്കണം. ഞാൻ വിചാരിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പം എൻ്റെ ഹൃദയം തുറന്നതുപോലെ എൻ്റെ വീട്ടിലുള്ളവരുടെ ഹൃദയം ദൈവം തുറക്കുമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ അവധിക്ക് നാട്ടിൽ ചെന്നപ്പം എൻ്റെ ഉള്ളിൽ, ഞാൻ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ പെട്ടിയും ബാഗും ഒക്കെ വെച്ച് കഴിയുമ്പോൾ ആദ്യം തന്നെ ഞാൻ സുവിശേഷം, ഈ സത്യം അങ്ങോട്ട് പറയും. അപ്പം എൻ്റെ ഹൃദയം തുറന്നതുപോലെ ദൈവം അവരുടെയും ഹൃദയം തുറക്കും. വലിയ പ്രതീക്ഷയോടുകൂടെ. ഇതുവരെയും അവർ ഈ സത്യങ്ങളൊന്നും അറിയാതെ ഇരിക്കുകയായിരുന്നു, അന്ധകാരത്തിലാണ്. കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മരങ്ങൾ കൊണ്ടും ലോഹങ്ങൾ കൊണ്ടും വെള്ളിയും പൊന്നും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഊമവിഗ്രഹങ്ങളെ സേവിച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അമ്പലവാസികളായി, വിഗ്രഹാരാധികളായി ജീവിക്കുന്ന അവർ ഈ സത്യം അറിയുമ്പോൾ ഞാനൊരു വലിയ ബലൂൺ പോലെ വലിയ വീർത്തിങ്ങനെ പോവുകയാണ്. പക്ഷേ ചെന്ന് യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ തന്നെ ഇല്ലേ, കൊട്ടസൂചി വെച്ചിട്ടും ബലൂണിനകത്ത് കുത്തിയപ്പം കാറ്റ് മുഴുവൻ പോയതുപോലെ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ സ്തംഭനായി പോകുവാനിടയായി തീർന്നു. അവർക്കതൊന്നും കേൾക്കുവാൻ താല്പര്യമില്ല. വേറെ വല്ല വിഷയം ഉണ്ടെങ്കിൽ പറ. നിന്റെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ട്രെയിൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ ജീവിതം എങ്ങനെയുണ്ട്? ശമ്പളം എത്രയുണ്ട്? ജോലി എങ്ങനെയുണ്ട്? നിന്റേതായ വല്ല കാര്യങ്ങൾ പറ, ഞങ്ങളുടേതായ വല്ല കാര്യങ്ങൾ പറ. ക്രിസ്തുവിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ട. ഞങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. അപ്പൂപ്പന്മാർ മുമ്പേ ഉണ്ടായ പാരമ്പര്യമായിട്ടുള്ള പാരമ്പര്യം നമുക്കുണ്ട്, തറവാടിത്തമുണ്ട്, കുടുംബ മഹിമകളുണ്ട്, നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് മനസ്സിലായി, സുവിശേഷം അത്ര ഈസി അല്ല, അതിന് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവം എന്തോ കരുണയാൽ, ആരുടെയോ കരുണയാൽ മനസ്സലിഞ്ഞ് ദയ തോന്നി എൻ്റെ ഹൃദയം ദൈവം തുറന്നു. ഞാൻ അതിന് കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സന്ദേശമാണ്: നമ്മൾ കേട്ടതിനേക്കാൾ അധികം മറ്റനേകർ കേട്ടതാ. പക്ഷെ അവരുടെ എല്ലാം ഹൃദയങ്ങൾ ഇപ്പോഴും അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും അവർ അവരുടെ പാരമ്പര്യത്തിലാണ്. നമ്മുടെ അമ്മാച്ചന്മാര്, നമ്മുടെ മാവനെ, മാവി, കൊച്ചമ്മ, കുടുംബക്കാരും അവർ എന്തുവാ, ഞങ്ങളുടെ വലിയ പള്ളി, ഞങ്ങളുടെ ചെറിയ പള്ളി, ഞങ്ങളുടെ പിതാക്കന്മാരെ അടക്കിയിരിക്കുന്ന മനോഹരമായ കല്ലറ, ഇതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടതിനേക്കാൾ അധികം അവർ കേട്ടു, പക്ഷെ അവരുടെ ഹൃദയ കണ്ണുകൾ ഇതുവരെയും തുറക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ദൈവം കരുണ തോന്നി, ദയ തോന്നി നമ്മുടെ ഹൃദയം തുറന്നും. അതിന് നമ്മൾ എപ്പോഴും നമ്മൾക്ക് ലഭിച്ച രക്ഷയോർത്തും, ദൈവമേ, കണ്ണുപൊട്ടനായ എൻ്റെ കണ്ണ് തുറന്നതിനായിട്ട് സ്തോത്രം, അടഞ്ഞിരുന്ന എൻ്റെ ഹൃദയ കണ്ണുകൾ തുറന്നതിനായി ഈ മഹാരക്ഷ ദൈവമേ എനിക്ക് നീ തന്നതിനായി സ്തോത്രം. എല്ലാ ദിവസവും രക്ഷയോർത്തു സ്തോത്രം ചെയ്യണം. എല്ലാ ദിവസവും രക്ഷയിൽ സന്തോഷിക്കണം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ
ദൈവമക്കളാണ് വളരെ നിരാശയിൽ ജീവിക്കുന്നത്. മുഖത്ത് നോക്കിയ ഒരു പ്രസാദവും ഇല്ല. ഇല്ല, കടന്തൽ കടിച്ചതുപോലും ഒരു സന്തോഷമില്ലാത്ത ഒരു ജീവിതം ദൈവമക്കൾ. അതെന്താണെന്നറിയാം? ഈ രക്ഷയുടെ സന്തോഷം ഉള്ളിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, കർത്താവേ, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. അതുപോലൊരു സന്തോഷം ഉലകത്തിൽ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. രക്ഷയുടെ സന്തോഷമാണ് ലോകത്തിൽ ഏറ്റവും വലിയത്. ആ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചത് കൊണ്ടും യാതൊരു കാര്യങ്ങളുമില്ല. അപ്പോൾ ഇവിടെ 23-ാം വാക്യം, ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതും. ഭാഗ്യവാനാകണമെങ്കിൽ മനുഷ്യൻ നമ്മളെ ദോഷിക്കട്ടെ, നമ്മളെ ഭ്രഷ്ടരാക്കട്ടെ, നിന്ദിക്കട്ടെ. അങ്ങനെ 8 വർഷം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കണ്ണുനീരൊഴുകി. ഞാൻ കരഞ്ഞു, ഉപവസിച്ചു, ഒത്തിരി ഉപവസിച്ചു എൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി. എനിക്ക് മനസ്സിലായി രക്ഷ അത്ര ഈസി അല്ല. എനിക്ക് ദൈവം ഒരു ഒരു മെനക്കേടും കൂടാതെ, ഒരു ചെലവും കൂടാതെ വണ്ണം ഈ രക്ഷ ലഭിക്കുവാൻ ഇടയായി തീർന്നു. പക്ഷെ എനിക്കൊരു ഉത്തരവാദിത്വം ദൈവം തന്നിരിക്കുന്നു. ഈ ഞാൻ അറിഞ്ഞ രക്ഷ എൻ്റെ കുടുംബത്തിലുള്ളവരറിയണം. 8 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. 8 വർഷവും അവരെന്നെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. എൻ്റെ അമ്മ ലക്ഷ്മി, എന്നെ പ്രസവിച്ച അമ്മ, നരകത്തിൽ പോകാൻ പാടില്ല. എൻ്റെ പിതാവും NSSൻ്റെ ഒരു സീനിയർ മെമ്പറാണ്. അദ്ദേഹം നരകത്തിൽ പോകാൻ പാടില്ല, നാശത്തിൽ പോകാൻ പാടില്ല. കാരണം ഈ മാർഗം സത്യമാണ്. ഇതൊരു അബദ്ധമല്ല, ഇതൊരു തെറ്റിദ്ധാരണയല്ല, ഇത് ആരെങ്കിലും കുഴിയിൽ ചാടിച്ചതല്ല. നമ്മളും ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇത് ചതിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഇത് കപടമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഇത് പൊള്ളയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ ആരെയെങ്കിലും ഈ വിശ്വാസത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി ശ്രമിക്കുമോ? ഞാനോ ചതിക്കപ്പെട്ടു പോയി, ഞാനോ വഞ്ചിക്കപ്പെട്ടു പോയി, ഞാനോ കുഴിയിൽ വീണു, എൻ്റെ വീട്ടുകാരും ഇതിനകത്ത് വീഴരുത് എന്നുള്ള ചിന്തയല്ല വരത്തുള്ളൂ. പക്ഷെ ഇതൊരു ചതിയല്ല, ഇത് കുഴിയിൽ വീണതല്ല, ഇത് ഊഹാഭോഗങ്ങളല്ല, ഇത് സങ്കല്പങ്ങളല്ല, ഇത് ഐതിഹ്യങ്ങളല്ല. ഈ ലോകത്തിലുള്ളതെല്ലാം മതങ്ങളൊക്കെ ഐതിഹ്യങ്ങളാണ്, സങ്കല്പങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകത്തില്ല. നമുക്ക് ഈ ദൈവങ്ങളുടെയൊക്കെ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെ ഒരിക്കലും അനുഗമിക്കുവാൻ കഴിയത്തില്ല. ഓരോ ദേവന്മാരുടെയും പേരുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് അവരെ അനുകരിക്കുവാൻ പറ്റത്തില്ല. കുറ്റങ്ങളുടെ, കുറവുകളുടെ വലിയൊരു ലിസ്റ്റ് നമുക്ക് കാണിക്കുവാൻ വേണ്ടി കഴിയും. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഇടത്തോടെ നെഞ്ചു വിരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ ആരെ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? തൻ്റെ ഇടമുള്ളവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ, കമോൺ. അങ്ങനെ പറയുവാൻ ധൈര്യമുള്ള ഒരേ ഒരാളെ ഉള്ളൂ, പരിശുദ്ധനായ കർത്താവായ യേശു ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപികളിൽ നിന്നും വേർപെട്ടവൻ, പാപത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ, പരിശുദ്ധൻ. ഈ ക്ലെയിം ചെയ്യുവാൻ ഒരേ ഒരാൾക്ക് കഴിയത്തുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പം നിങ്ങളെ അതിന് 8 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം, എൻ്റെ പിതാവ് യേശുവിനെ അറിയാതെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, ഇന്നസെൻ്റ് ആണ്, ഹൃദയം വളരെ കൊച്ചു പിള്ളേരുടെ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ പിതാവ് നരകത്തിൽ പോകാൻ പാടില്ല, എൻ്റെ അമ്മ നരകത്തിൽ പോകാൻ പാടില്ല, എൻ്റെ സഹോദരങ്ങൾ നാശത്തിൽ നരകത്തിൽ പോകാൻ പാടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കരഞ്ഞു. അവിടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വില കൊടുത്തു. ഞാൻ പിടിച്ചു. ചില വിഷയങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. പ്രവാചകന്മാർ പറയുന്നില്ലേ, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. എന്തുവായി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ടത്?
അമേരിക്കയുടെ വിസയ്ക്ക് വേണ്ടിയല്ല പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ടതും, മക്കൾക്ക് റാങ്ക് കിട്ടുവാൻ വേണ്ടിയല്ല പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ടതും, വേറെ എന്തെങ്കിലും ഭൗതികമായ നന്മകൾ ലഭിക്കുവാൻ വേണ്ടിയല്ല പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ടതും. അതിനുവേണ്ടിയൊന്നും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി നൽകി തന്നവൻ അവനോടുകൂടെ സ്വന്തം പുത്രനെ നൽകുവാൻ ദൈവത്തിന് മനസ്സലിവുണ്ടായി എങ്കിൽ നമ്മൾ ഈ ചോദിക്കുന്ന നക്കാപ്പിച്ച തരുവാൻ ദൈവത്തിന് കഴിവില്ല എന്നാണ്. ആത്മാക്കൾക്ക് വേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പിടിച്ചു വെച്ച് വിടാതെ പ്രാർത്ഥിച്ചു. യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, ശൂന്യക്കാരത്തി പറഞ്ഞതുപോലെ നിന്നാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ചില പ്രത്യേക പ്രാർത്ഥനകളുണ്ട്, ദൈവത്തെ വിടാതെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുത്തെ വചനമാണ്, അവിടുത്തെ വചനം സത്യമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നും അവിടുത്തെ വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. നീ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, എക്സംഷൻ ഉണ്ട്. പക്ഷേ കർത്താവെ, അവിടുന്ന് ആകാശം മാറും, ഭൂമി മാറും, പക്ഷെ അവിടുത്തെ വചനങ്ങൾ മാറുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവിടുന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തെ എനിക്ക് വേണം, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ എനിക്ക് വേണം. കർത്താവ് പറയുന്നുണ്ട്, നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവരെല്ലാവരും നിന്റെ പക്ഷം ചേരുവാൻ ഇടയായിത്തീരും. നിൽക്കണം, ബല കൊടുക്കുവാൻ തയ്യാറാകണം. നിന്നാൽ ദൈവം നമ്മളെ നിർത്തും. കുഴഞ്ഞു പോകരുത്. പ്രതിസന്ധിയുടെ നടുവിൽ വിശ്വാസത്തിൻ്റെ പരിശോധനകളുണ്ട്. എത്രയോ പേരാണ് തോറ്റോടി പോകുന്നതും അമ്പേ പരാജയപ്പെട്ടു പോകുന്നതും. വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നമുക്ക് ജയിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. കർത്താവിനോട് പറയണം, കർത്താവ്, ഈ പരീക്ഷയെ ജയിക്കുവാൻ എനിക്ക് കഴിവില്ല, ഞാൻ തോറ്റു തുന്നം പാടിപ്പോകും. കർത്താവെ, അവിടുന്ന് എന്നോടുകൂടെ ഇരുന്ന് ഈ പരീക്ഷ ജയിക്കുവാൻ, ഈ പരീക്ഷയെ ഓവർകം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ മുമ്പിലുള്ള എത്ര വലിയ പർവ്വതമായിരുന്നാലും നാം വായിക്കുന്നു, ഹേ മഹാപർവ്വതമേ, നീ ആരും? ഓ, പടുകൂറ്റൻ പർവ്വതം, അത്രയ്ക്ക് ഭയങ്കര വിഷയങ്ങളാണ്. പർവ്വതം പോലെ വലിയ ഉയരമുള്ള വിഷയങ്ങൾ, ഇളകിപ്പോകാത്ത വിഷയങ്ങൾ, ഒരിക്കലും മാറുകയില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ. കർത്താവ് പറയാണ്, എത്ര പർവ്വതം പോലെയുള്ള വിഷയമായിരുന്നാലും സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ. നമ്മുടെ കർത്താവിന് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു വിഷയങ്ങളുമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയങ്ങളുമില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, അതിനുവേണ്ടി വില കൊടുക്കണം. അങ്ങനെ വില കൊടുക്കുവാൻ തയ്യാറായി എത്ര പേര് തയ്യാറായിട്ടുണ്ട്? അവർക്ക് എല്ലാവർക്കും ദൈവം മറുപടി നൽകിയിട്ടുണ്ട്. നമുക്ക് ഒരാൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള ഏകദേശം എല്ലാവരും വിശ്വാസത്തിൽ വരുന്ന ഒരു അനുഭവമാണ് പഴയ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഹൃദയം കഠിനമായിരിക്കുന്നവരുണ്ടില്ലെന്നല്ല. എന്നാൽ ഇന്നത്തെ പുതുതലമുറ എന്ന് പറയുമ്പം ഒറ്റയ്ക്കാണ്, വേറെ ആരും വിശ്വാസത്തിലില്ല, കുടുംബത്തിൽ ആരും വരുന്നില്ല. ഞാൻ ഈ അടുത്ത ദിവസം ഒരു സഹോദരനെ വിളിക്കണമെന്ന് തോന്നി. നേരത്തെ പരിചയമുണ്ട്, കുറേ വർഷങ്ങളായി കണ്ടിട്ടും ഞാൻ വിളിച്ചു. പക്ഷേ പുള്ളിയുടെ 2 ഫോണുകളും പോകുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പേ ഞാൻ ആ സഹോദരനെ അറിയാവുന്ന ഒരാളിനെ ഞാൻ കണ്ടു. അപ്പം ചോദിച്ചു, ആ സഹോദരൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ആൾ മരിച്ചുപോയി, മരിച്ചുപോയി. നോക്കണം, വർഷങ്ങളായിട്ട് വിശ്വാസിയാണ്, വീട്ടിലെ സഭ നടത്തുന്നുണ്ട്, സുവിശേഷം അറിയിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാമോ? വീട്ടിൽ ആരും രക്ഷിക്കപ്പെട്ടവരായിട്ടില്ല. അവസാനം ഈ സഹോദരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാം കൂടെ ചിതയിൽ വെച്ച് ആ ഡെഡ് ബോഡി കത്തിച്ചു കളയുവാനിടയായി തീർന്നു. മക്കളും അതിനനുകൂലമായി നിന്നു എന്നാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞും ക്രിസ്തുവിൽ നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര അപമാനകരമായിരിക്കും എന്നറിയാം. ക്രിസ്തുവിൽ നിലനിൽക്കണം. ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. നോക്കണം, നാം ക്രിസ്തുവിൽ ജനിച്ചു, ക്രിസ്തുവിൽ ജീവിച്ചു, ക്രിസ്തുവിൽ മരിക്കുമ്പോൾ നമ്മുടെ അടക്കവും അത് ക്രിസ്തുവിൻ്റെ വചനപ്രകാരമായിരിക്കണം. അല്ലാതെ ആർക്കെങ്കിലും കൊണ്ടുപോയി കത്തിക്കുവാനുള്ളതല്ല. ഒക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചാലും, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ബോഡി എന്ത് സംഭവിച്ചാലും അതൊരു വിഷയമല്ല. പക്ഷെ പഴയ നിയമത്തിൽ അടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പുതിയ നിയമത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, അടക്കം ചെയ്തു, അടക്കം ചെയ്തു. അപ്പം നമ്മൾ ഇത്രയും വർഷങ്ങൾ നമുക്ക് ലഭിച്ചു, നമ്മൾ വില കൊടുക്കുവാൻ തയ്യാറായില്ല. നമ്മുടെ കുടുംബത്തിലുള്ളവരോട് ഒരു ഈ രക്ഷയെക്കുറിച്ച് പറയുവാൻ നമ്മൾ മനസ്സ് വെച്ചില്ല. നാട്ടിൽ അറിയണം, നമ്മുടെ വീട്ടിൽ അറിയണം ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണെന്നും. നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധുക്കളും അറിഞ്ഞിരിക്കണം നാം രക്ഷിക്കപ്പെട്ടവരാണ്. നാം വചനപ്രകാരം ജീവിക്കുവാൻ വേണ്ടി പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നവരാണെന്ന് നാട് മുഴുവൻ അറിയണം. അല്ലാതെ ഈ വിശ്വാസത്തെ മൂടി വെച്ച് വീട്ടുകാർക്ക് എന്തോ തോന്നും, അമ്മയ്ക്ക് എന്തോ തോന്നും, അപ്പൻ എന്തോ തോന്നും, നാട്ടുകാർക്ക് എന്തോ തോന്നും, UK അമ്മായിക്ക്, അമേരിക്കയിലുള്ള കൊച്ചമ്മയ്ക്ക് എന്തോ തോന്നും, പള്ളിക്കാരെന്തോ തോന്നും. നമ്മളിൽ കത്തിയ വെളിച്ചത്തെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദുർഗതികൾ, ദുരന്തങ്ങൾ ജീവിതത്തിൽ വരുവാനിടയായി തീരും. മൊർദെഖായിക്ക് നന്നായിട്ട് അറിയാം താൻ യഹൂദനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. പക്ഷേ എങ്കിലും മൊർദെഖായി എല്ലാവരോടും പറഞ്ഞു ഞാൻ ഒരു യഹൂദനാണെന്ന്. അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഹാമാൻ തനിക്ക് വേണ്ടി കഴുകുമരമുണ്ടാക്കുമായിരുന്നില്ല. നമ്മൾ ആരാണ് എന്നും നമ്മുടെ വീട്ടിൽ അറിഞ്ഞിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ ഒരു യഥാർത്ഥമായ ഒരു സത്യ ക്രിസ്ത്യാനി ആയിരിക്കുന്നു. ഇനി ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളൊന്നും എനിക്കിനി ഫോളോ ചെയ്യുവാൻ വേണ്ടി കഴിയുകയില്ല. ഞാൻ സത്യദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അടങ്ങിയിരുന്നില്ല, ഞാൻ എൻ്റെ ബന്ധുക്കളുടെ എല്ലാം വീട്ടിൽ പോയി പറഞ്ഞു. അവർക്കൊക്കെ എന്നെ കടിച്ചു കീറുന്ന ദേഷ്യമുണ്ട്. ഇപ്പോഴും അവരെ പുറമെ ചിരിക്കുന്നുവെങ്കിലും ഉള്ളിൽ പല്ല് കടിക്കുന്നവരുണ്ട്. ദേഷ്യം, സഹിക്കാൻ മേലാത്ത കോപം. എൻ്റെ നാട് മുഴുവൻ, എൻ്റെ പഞ്ചായത്തിലുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി. നാട് മുഴുവൻ പറഞ്ഞു ഞാൻ ആരാണ്. ഈ രക്ഷയെ മൂടി വയ്ക്കരുതും. അത് ദൈവത്തിന് ഒട്ടും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. വിളക്ക് കത്തിച്ചിട്ട് അത് പറയും കീഴിൽ വയ്ക്കരുതും. അത് തണ്ടിന്മേൽ എന്ത് ചെയ്യണം, വെക്കണം. എല്ലാവരും ആ വെളിച്ചം കാണണം. ആരൊക്കെ ക്രിസ്തുവിനെ മറച്ചു വെച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം അവസാനം വളരെ ദുരിതകരമായിരിക്കും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാനും എന്ത് ചെയ്യും, പിതാവിൻ്റെ മുമ്പിൽ അവരെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുകയാണെങ്കിൽ, മൂടി വയ്ക്കുകയാണെങ്കിൽ, സ്വർഗീയ പിതാവിൻ്റെ മുമ്പാകെ ഞാനും നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. യു വിൽ ഡൂവേഴ്സ് ഡിപ്പാർട്ട് ഫ്രം മീ.
ഏത് സാഹചര്യത്തിലും എവിടെയും നാം ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവരായിരിക്കണം. പിന്നെ നമ്മൾ പെന്തക്കോസ്താണെന്ന് പറഞ്ഞിട്ട് ജാതികളെക്കാൾ കഷ്ടമായിട്ട് ജീവിക്കരുത്. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ മിത്രങ്ങൾ, നമ്മുടെ നാട്ടുകാർ, കൂട്ടുകാരെല്ലാം അറിയണം നമ്മളിൽ വന്ന മാറ്റം. ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. വാസ്തവമായിട്ടും അവൻ ഒരു പുതിയ സൃഷ്ടിയായി അവൻ മാറി, പഴയ ആളല്ല എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചറിയണം. ആ ഒരു സാക്ഷ്യം നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞും ഒരേപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ, ഒരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ പോയി മുങ്ങിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പണ്ട് ചെയിൻ സ്മോക്കർ ആയിരുന്നു, ഇപ്പോൾ ചെയിൻ സ്മോക്കർ അല്ല. ഇപ്പം ദിവസം 1-2 എണ്ണ വലിക്കുന്നുള്ളൂ. അത് മാറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റമാണ്. പക്ഷെ അതല്ല മാറ്റം. പണ്ട് ഫുൾ ഡ്രങ്കാർഡായിരുന്നു, പക്ഷെ ഇപ്പം വല്ലപ്പോഴും ഒക്കേഷണലി ഓരോ പെഗ് അടിക്കത്തേ ഉള്ളൂ. മാറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റമാണ്. പക്ഷെ ഇതല്ല ദൈവം ആഗ്രഹിക്കുന്ന ബോൺ അഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഴയ മനുഷ്യൻ പൂർണ്ണമായിട്ടും മരിക്കണം, പഴയ സ്വഭാവം മരിക്കണം. ജീവിതം ഒരു ക്രിസ്തുവിനെ അനുരൂപമായ ദൈവവചനപ്രകാരമുള്ള വിശുദ്ധിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. ഇവിടെ പറയുകയാണ്, അങ്ങനെ 8 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം എന്ത് ചെയ്തു? അത്ഭുതം ചെയ്തു. ഞാൻ ബഹറിലായിരുന്നു. ബഹറിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ ഹൃദയം വളരെ നുറുക്കത്തോടാണ് പോകുന്നത്. സാറിന് എല്ലാവരും വെക്കേഷനൊക്കെ പോകുമ്പം വലിയ സന്തോഷത്തോടെ പോകുമ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടയുകയാണ്. ഫ്ലൈറ്റിനകത്തൊക്കെ ഇരിക്കുമ്പോൾ കർത്താവ്, ഈ യാത്രയിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? കർത്താവ്, ഈ വെക്കേഷനിൽ എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ കാണുവാൻ എന്നെ സഹായിക്കുമോ? അതും ഈ പ്രാവശ്യവും ഞാൻ നിരാശയോടുകൂടെ കടന്നു വരണമോ? ഇന്ത്യയിലായിരിക്കുമ്പോൾ ഞാൻ വെക്കേഷൻ 1 മാസത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. 10 ദിവസം കഴിയുമ്പോൾ, 15 ദിവസം കഴിയുമ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ചു പോകും. കാരണം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആർക്കും കേൾക്കണ്ട. ഞാൻ ഈ യാത്രയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ്, ഈ യാത്രയിൽ എന്നെ കൈവിടരുതും, എൻ്റെ കുടുംബത്തോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാൻ സഹായിക്കണം. അവരുടെ ഹൃദയ കണ്ണുകളെ തുറക്കണം. തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യത്തില്ല? നിരസിക്കത്തില്ല. ദൈവത്തിൻ്റെ ഖനനയാഗങ്ങൾ തകർന്നും തുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ, നമ്മുടെ ഹൃദയം തകർന്നിരിക്കേണ്ടതും നുറുങ്ങേണ്ടതും ഏതെങ്കിലും ഭൗതികമായ വിഷയങ്ങളെ ഓർത്തല്ല, ആത്മാക്കളെ ഓർത്തും നശിച്ചു പോകുന്ന, നാശത്തിലേക്ക് പോകുന്ന, നിത്യാഗ്നിയിലേക്ക് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തും നമ്മുടെ ഹൃദയം നുറുങ്ങണം. നമ്മുടെ ഹൃദയം പിടയണം. നമ്മുടെ ആത്മാവിന് സ്വസ്ഥത ലഭിക്കുവാൻ പാടില്ല. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഉള്ള ഒരു ഭാരം നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നാം രക്ഷിക്കപ്പെട്ടിട്ടില്ല. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്നറിയാമോ? ലോസ്റ്റ് സോൾ, നഷ്ടപ്പെട്ട ആത്മാക്കളെക്കുറിച്ചാണ് നമ്മുടെ പിതാവിൻ്റെ ചിന്ത. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മകനെക്കുറിച്ചുള്ള വേവലാതിയാണ്, ചിന്തയാണ് പിതാവിന് ഉള്ളത്. മകൻ മടങ്ങി വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ദിവസവും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അവൻ മടങ്ങി വരും, മടങ്ങി വരും, മടങ്ങി വരും, മടങ്ങി വരും. വർഷങ്ങൾ കുറെ കഴിഞ്ഞു. ആ പിതാവിൻ്റെ കാത്തിരിപ്പിനും പ്രതീക്ഷയുണ്ടാകുവാനിടയായി തീർന്നു. അവസാനം മുഴുവൻ സമ്പത്തുകളും നശിച്ചും എല്ലാ സുഖങ്ങളും അവൻ അനുഭവിച്ചു. വേശ്യകളോടുകൂടെ, മദ്യപാനികളോടുകൂടെ, ക്ലബ്ബുകളിലും എല്ലാം അവൻ ആസ്വദിച്ച് ധാരാളം പണമുള്ളപ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാർ കാണും. പണമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും സ്ഥലം വിട്ടും. അവസാനം ആഹാരം കഴിക്കാൻ പോലും ഗതിയില്ല. വിശക്കുവാൻ, ജീവിതത്തിൽ ഒരിക്കലും വിശന്നിട്ടില്ലാത്തവൻ, വിശപ്പെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവൻ വിശക്കുവാൻ വേണ്ടി തുടങ്ങി. വിശപ്പിൻ്റെ ആർത്തി ഭയങ്കരമാണ്. നമുക്കറിയാം, ബൈബിളിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പ്രസവിച്ച സ്വന്തം അമ്മ സ്വന്തം മകനെ പുഴുങ്ങി തിന്നു എന്ന് നമ്മൾ വായിക്കുന്നു. കാരണം വിശപ്പിൻ്റെ ആർത്തി അത്രയാണ്. അവസാനം അവൻ പന്നികൾ തിന്നുന്ന വാളവിര എന്ന് പറയുന്ന പിണ്ണാക്ക് പോലത്തെ സാധനം അത് വാരി തിന്നുകയാണ്.
അതുപോലും അവന് ആ യജമാനൻ കൊടുത്തില്ല. എന്തുവാ, പന്നികൾ തിന്നേണ്ടുന്ന ഭക്ഷണം നീ വാരി തിന്നോ എന്ന് പറഞ്ഞ് തലയ്ക്ക് അടി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇവന് സുബോധമുണ്ടായി. സുബോധമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവം സുബോധം നൽകണം, ഒരു യഥാർത്ഥമായ ഒരു ബോധം നൽകണം. സുബോധം നഷ്ടപ്പെട്ടു പോകരുതും. അപ്പോഴവനൊരു തീരുമാനമെടുത്തു, അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം. പട്ടിണി കടന്നൊരു കോലമായി. പന്നിയുടെ നാറ്റം നമുക്കറിയാം. പന്നി ഈ അഴുക്കുചാലിനകത്താണ്. ആ പന്നിയുടെ കൂടെ ജീവിച്ചവൻ്റെ അവസ്ഥ എന്തായിരിക്കും നോക്കണം. ഇവൻ നാട്ടിൽ തിരിച്ചെത്തി. നാട്ടുകാർക്ക് ആർക്കും ഇവനെ മനസ്സിലായില്ല. താടിയും മുടിയും എല്ലാം വളർന്നു, നാറുന്ന വസ്ത്രങ്ങളുമായിട്ടും എല്ലും കോലുമായി, കണ്ണെല്ലാം കുഴിഞ്ഞ് കവളെല്ലാം ഒട്ടി ഒരു പ്രാകൃതനായ മനുഷ്യൻ വരികയാണ്. നാട്ടുകാരെ പറഞ്ഞു, കവലയിലിരുന്നവർ പറഞ്ഞു, ഒരു പുതിയ ഭ്രാന്തൻ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. ആർക്കും അവനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൂരത്ത് വച്ച് മകനെ കാത്തിരുന്ന പിതാവ് ദൂരത്ത് വെച്ച് തന്നെ അവനെ കണ്ടപ്പോൾ തന്നെ നാട്ടുകാർക്കാർക്കും അവനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും പിതാവ് അവനെ തിരിച്ചറിയുവാനിടയായി തീർന്നു. ഓടിച്ചെന്നും മടങ്ങി വരുന്നവരെ സ്വീകരിക്കുവാൻ, അനുദപിക്കുന്നവരെ സ്വീകരിക്കുവാൻ, മാനസാന്തരപ്പെടുന്നവരെ സ്വീകരിക്കുവാൻ എത്ര ധൃതിയാണ് നമ്മുടെ പിതാവിനെന്നറിയാമോ? നഷ്ടപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ച് നമ്മുടെ പിതാവിന് ഭയങ്കരമായ വേവലാതിയാണ്. കാരണം ഒരാൾ പോലും നശിച്ചു പോകരുതും, ഒരാൾ പോലും നശിച്ചു പോകരുതെന്നാണ് നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർണം നൽകണമെങ്കിൽ സ്വർണം നൽകുവാൻ നമ്മുടെ പിതാവിന് യാതൊരു പ്രയാസവുമില്ല. പണം നൽകണമെങ്കിൽ, ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഓരോ ഭൂമി വെച്ച് കൊടുക്കണമായിരുന്നെങ്കിൽ 1000 കോടി ഗോളങ്ങളെ ഉണ്ടാക്കുവാൻ നമ്മുടെ കർത്താവിന് നിമിഷങ്ങൾ മതിയായിരുന്നു. എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവിന് നൽകാൻ കഴിയാത്തതായിട്ട് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് മറ്റൊന്നുമല്ല, തൻ്റെ പൊന്നോമന പുത്രൻ. എന്നാൽ തൻ്റെ പൊന്നോമന പുത്രനെയും കൂടെ കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് നൽകി തരുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ആരും നശിച്ചു പോകാതെ എല്ലാവരും ഈ രക്ഷ പ്രാപിക്കണം, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവ് തൻ്റെ മകനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ചു. ഞാൻ ബഹറിൽ നിന്നും മടങ്ങിച്ചെന്നും ദൈവം തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം, ഞാൻ എൻ്റെ ലഗേജുകളെല്ലാം വീട്ടിനകത്ത് വെച്ചു. അവിടെ ഇരുന്നും അമ്മ എനിക്ക് കാപ്പി കൊണ്ടു തന്നും. കാപ്പി കുടിച്ചതിന് ശേഷം ഞാൻ സുവിശേഷം പറയാൻ വേണ്ടി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അന്ന് എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അന്ന് രാത്രി എനിക്ക് തോന്നുന്നു രാത്രി 12 മണി, ഞാൻ രാത്രിയിലാണ് വീട്ടിലെത്തുന്നതും. അന്ന് രാത്രിയിലും അർദ്ധരാത്രിയിലും എൻ്റെ പിതാവും മാതാവും സുവിശേഷം അറിയിക്കുമ്പോൾ ദൈവം അവരുടെ ഹൃദയം തുറക്കുകയും അവരുടെ കണ്ണുകൾ നിറയുകയും അവർക്ക് അനുതാപം ഉണ്ടാകുകയും പാപബോധം ഉണ്ടാകുകയും രക്ഷകനായ യേശുവിനെ അറിയുകയും അന്ന് രാത്രി എൻ്റെ മാതാവും പിതാവും രക്ഷിക്കപ്പെടുവാൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, ഇനിയും നമ്മുടെ കുടുംബത്തിൽ എത്രയോ പേര് രക്ഷയിലേക്ക് വരുവാൻ വേണ്ടിയുണ്ട്. വില കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ തള്ളിക്കളയാത്ത ദൈവം, നമ്മൾ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരെയും ദൈവം തരുവാൻ ഇടയായിത്തീരും. അത് കഴിഞ്ഞ് എൻ്റെ 3 സഹോദരിമാരും ഈ രക്ഷയിലേക്ക് വരുവാനിടയായി തീർന്നു. എൻ്റെ ഗ്രാമത്തിലും എൻ്റെ കുടുംബത്തിൽ 5 പേരുൾപ്പെടെ 18 പേര് സ്നാനമേൽക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. പ്രാർത്ഥനയ്ക്ക് മാറ്റുവാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം തെളിയിക്കുവാനിടയായി തീർന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, എന്തു ചെയ്യണം? പ്രവർത്തിക്കുക കൂടെ വേണം. ഇന്നലെ റെയിൻഹാർഡ് ബോങ്കയുടെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു.
നിങ്ങൾ അമേരിക്കയിൽ പ്രസംഗിക്കുകയാണ്. നിങ്ങൾ അമേരിക്കക്കാർ അമേരിക്കയ്ക്ക് വേണ്ടി, അമേരിക്കയുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും 24 മണിക്കൂറും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 365 ദിവസം 24/7 365 ഡേയ്സ് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ അമേരിക്കയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അമേരിക്കയിലുള്ളവരെല്ലാവരും നരകത്തിലേ പോകത്തുള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കാല് മാത്രമാണ്, ഒറ്റക്കാലിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ഒറ്റക്കാലിൽ നമുക്ക് എത്ര നേരം മുന്നോട്ട് പോകുവാൻ കഴിയും? പ്രാർത്ഥിക്കരുതെന്നല്ല, പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കുക മാത്രമല്ല, എന്ത് വേണം? പ്രവർത്തിക്കുക കൂടെ വേണം. പ്രേ ആൻഡ് പ്രീച്ച്, പ്രേ ആൻഡ് പ്രീച്ച്, പ്രേ ആൻഡ് പ്രീച്ച്. പ്രാർത്ഥിക്കണം, ഇറങ്ങിപ്പുറപ്പെടണം, പ്രാർത്ഥിക്കണം, ഇറങ്ങിപ്പുറപ്പെടണം. കർത്താവ് എന്ത് ചെയ്തു? എല്ലാ രാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കും, താൻ ഊരുക്കളിൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കുവാൻ വേണ്ടി പോകും, തിരിച്ചു വരും, വീണ്ടും പ്രാർത്ഥന, വീണ്ടും രാവിലെ എന്ത് ചെയ്യും? പ്രവർത്തനം. ഇതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ. അല്ലാതെ 365 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യ രക്ഷിക്കപ്പെടത്തില്ല. ജീവൻ കളയുവാൻ, ജീവൻ കൊടുക്കുവാൻ, മരണമെങ്കിൽ മരണം, ജീവനെങ്കിൽ ജീവൻ. നമ്മൾ പാട്ടുപാടുമല്ലോ, ജീവനെങ്കിൽ ജീവൻ നൽകി ഭാരതം നേടിയിടണം. ജീവൻ കൊടുക്കുവാൻ തയ്യാറായിട്ട് ചിലർ എഴുന്നേൽക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ നിർത്തുകയാണ്. ലൂക്കോസ് 6:23, ആ നാളിൽ സന്തോഷിച്ചു തുള്ളുവീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ. തുള്ളുവിൻ എന്നാണ്, തുള്ളിച്ചാടുവിൻ. നമ്മളെ പുറത്താക്കുമ്പോൾ, നമ്മളെ വിടക്കെന്നെണ്ണുമ്പോൾ, നമ്മളെ ഭ്രഷ്ട് കൽപ്പിക്കുമ്പോൾ, നമ്മുടെ സമ്പത്തുകൾ അപഹരിക്കുമ്പോൾ, താടിക്ക് കൈയും കൊടുത്തും തലകുനിച്ച് പ്രാർത്ഥിക്കാതെ ഇരുന്ന് മുങ്ങിക്കൊണ്ടിരിക്കുവാനല്ല പറഞ്ഞത്. എന്താ പറയുന്നത്? തുള്ളിച്ചാടി സന്തോഷിക്കുവീൻ, കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഉലകത്തിലെല്ലാത്തേക്കാളും അധികമായി അങ്ങയെ സ്നേഹിക്കുവാൻ ആളുകൾ ഞങ്ങളെ ഭ്രഷ്ട് കൽപ്പിക്കുമ്പോൾ, വിടക്കെന്നെണ്ണുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, ഞങ്ങളെ നിന്ദിക്കുമ്പോൾ, ഞങ്ങളെ അപമാനിക്കുമ്പോൾ ഞങ്ങൾ ഭാഗ്യവാന്മാരെന്നെണ്ണുവാൻ, കർത്താവേ, ഞങ്ങളെല്ലാവരും മാന്യത ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും എന്നെ മാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുന്ന വചനങ്ങൾ നേരെ തിരിച്ചാണ്. എല്ലാവരും എൻ്റെ നാമം നിമിത്തം നിങ്ങളെ ദേഷിക്കും, നിങ്ങളെ വെറുക്കുമെന്നാണ്. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തുള്ളിച്ചാടുവാൻ, ആനന്ദിക്കുവാൻ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് കേട്ട വചനങ്ങൾ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനങ്ങൾ, അടിയൻ ഇന്ന് പറഞ്ഞ വചനങ്ങളൊന്നും അടിയൻ്റെതല്ല, അവിടുന്ന് എൻ്റെ നാവിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഈ കേട്ട വചനങ്ങൾ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യണമേ. ഞങ്ങൾ ക്രിസ്തുവിന് അനുരൂപരായി തീരുവാൻ ഞങ്ങളുടെ വിശ്വാസം മൃഗ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ.